അങ്ങനെ 8-9 ദിവസത്തിന് ശേഷം നമ്മൾ നാട്ടിലെത്തിയ സന്തോഷത്തിലാണ് കേട്ടോ. പാലക്കാട് സ്റ്റേഷനിലായിരുന്നു നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരു വലിയൊരു ട്രെയിന് പോയ പോക്കാണ്ടകൾ കണ്ടത്. ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിയിട്ട് എൻ്റെ അമ്മക്ക് നീക്കണം എന്നുള്ള യാതൊരു വിചാരവും ഇല്ല കേട്ടോ. എൻ്റെ അമ്മക്ക് ഉറങ്ങിയിട്ട് അങ്ങോട്ട് പൂതിയിട്ടിട്ടില്ല തോന്നുന്നുണ്ട്. മടുത്തു കൈ സത്യം പറയുകയാണെങ്കിൽ ട്രെയിനുള്ളിൽ ഫുള്ളും ഉറങ്ങി തീർത്തിക്കായിരുന്നു. അങ്ങനെ സ്റ്റേഷൻ എത്താൻ നേരമായപ്പോൾ ലഗേജ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മാങ്ങ നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങിയാണ് കേട്ടോ. സേലത്തിയപ്പോൾ മൽഗോവ മാമ്പഴം കേട്ടിട്ടില്ലേ. അങ്ങനെ നമ്മൾ സ്റ്റേഷൻ എത്തി പുറത്തിറങ്ങി ഒന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടിങ്ങാണ്ട് ഫ്രഷപ്പ് റൂമും തപ്പി നടക്കാണ് കേട്ടോ. എൻ്റെ അമ്മക്കൊക്കെ ആകെ കൊയങ്ങിക്കണം ഉറക്കത്തിൽ നീച്ചിട്ട് നമ്മൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി അപ്പം തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത്. നാടൻ ചോറൊക്കെ തിന്നിട്ട് ഇത്രേ ദിവസമായി എന്നറിയോ. അങ്ങനെ അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിങ്ങാണ്ട് നേരെ പോണത് KSRTC സ്റ്റാൻഡിലേക്കാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്നാണ് നേരെ മലപ്പുറത്തേക്കുള്ള ബസ് കയറാൻ വേണ്ടി പോണത്. സത്യം പറയുകയാണെങ്കിൽ ഡൽഹിയിൽ കൊട്ടം കടിച്ച വെയിലത്ത് നിന്ന് നമ്മളെ നാട്ടിലെത്തി 2 മഴയൊക്കെ കൊണ്ടപ്പോൾ ഒരു സന്തോഷം ഉണ്ട് മനസ്സിന് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെന്നപ്പോൾ തന്നെ കോഴിക്കോട് ബസ് മുന്നിൽ തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഞാൻ നെക്സ്റ്റിൽ പോവാന്നുള്ളത്. അങ്ങനെ അധികം നേരം നിൽക്കേണ്ടി വന്നില്ല. അപ്പോഴത്തേക്കും നമുക്ക് പോകാനുള്ള ബസ് 2ാമത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ ചാടിക്കുത്തി ലഗേജൊക്കെ ഒരു ഭാഗത്താക്കി ഇങ്ങാണ്ട് കിട്ടിയ സീറ്റിൽ ഒരു ഭാഗത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. നാട്ടിലെത്തിയപ്പോൾ തന്നെ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് പറയാം, നല്ലൊരു മഴ കൊള്ളണം എന്നാ.